നോൺസെൻസ് ബ്രേക്കിംഗ് ന്യൂസ്. കേരളത്തിൽ നവോത്ഥാന മതിൽ ഇടിഞ്ഞു വീണു. ആളപായമില്ല, പക്ഷേ ആശയങ്ങൾക്ക് പരിക്കേറ്റതായി സൂചന. കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ അഭിമാനമായ വൻമതിൽ പോലെ കേരളത്തിൽ 2019 620 കിലോമീറ്റർ ദൈർഘ്യത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള കേരളത്തിന്റെ നവോത്ഥാന മതിലാണ് ഇടിഞ്ഞു വീണത്. മതിൽ ഇടിഞ്ഞു വീണത് വളരെ പെട്ടെന്നായതിനാൽ പണ്ട് സിമെന്റിന് പകരം നവോത്ഥാന മൂല്യങ്ങൾ മതിൽ കെട്ടാൻ ഉപയോഗിച്ച കരാറുകാർ ഇപ്പോൾ മിണ്ടുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. സിമെന്റും മണലും കമ്പിയും ഉപയോഗിക്കാതെ പകരം മുദ്രാവാക്യങ്ങളും സത്യവാങ്മൂല്യങ്ങളും കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 620 കിലോമീറ്റർ നീളത്തിൽ പണികഴിപ്പിച്ചിട്ടുള്ള നവോത്ഥാന മതിലാണ് ഇടിഞ്ഞു വീണത്. ഇത് ഇടിഞ്ഞു വീഴാൻ കാരണം സുപ്രീം കോടതിയിൽ നിന്നും ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന ചോദ്യം വന്നപ്പോഴേക്കും മതിലിന്റെ അടിത്തറ ഇളകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മതിൽ തകർന്നു വീണത് അന്വേഷിക്കാൻ ചെന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പൊതുമരാമത്ത് വകുപ്പ് കൈമിലടങ്ങി. ഇതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും അവരല്ല തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ പ്ലാനും എസ്റ്റിമേറ്റും സൂക്ഷിച്ചിരിക്കുന്നത് വോട്ട് ബാങ്കിലാണ് എന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ നോൺസെൻസ് ന്യൂസിനോട് വിശദീകരിച്ചത്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ച മലബാർ മിസ്റ്ററിയിലെ അദൃശ്യ മർദ്ദനം പോലെ ഈ മതിൽ പണിഞ്ഞ നവോത്ഥാന മൂല്യങ്ങൾ അദൃശ്യ നവോത്ഥാന മൂല്യമായി മാറിയെന്നാണ് റിപ്പോർട്ട്.